അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പം വലിയ ജീരകം എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറിലും ഇത് ചെയ്തിട്ടെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. സവാളയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഉള്ളിയും ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വയന്ന് ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വാടി വരണം. അപ്പോൾ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇല്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ചിക്കന് പകരം ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബീഫും മട്ടനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ഈ ചിക്കനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങി വരും. ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വെന്ത് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് പിടിച്ചു നോക്കുക ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ പച്ചമുളക് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള എരിവ് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി എത്രയാണോ ചേർത്ത് കൊടുത്തത് അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് സവാളയൊക്കെ ചേർത്ത് വഴറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം ജീരകം മൂപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടിയുടെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം കട്ട് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാപ്സിക്കം ഒക്കെ പല കളറിൽ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കളറിലുള്ള ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക.
അപ്പം നല്ല ചൂടാണ്. ഈ ഒരു സമയം ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂട് മാറട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മാവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ കട്ടിക്കാനിരിക്കുന്നത് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ചെറിയൊരു കട്ടിക്ക് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ചും കൂടെ കട്ടിക്കാനിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കട്ടകളെല്ലാം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാടങ്ങ് കുറുകി കട്ടിയാവാനും പാടില്ല. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇതിൽ. നെയ്ക്ക് പകരം എണ്ണ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. അപ്പോൾ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ എന്താ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവിൻ്റെ നടുഭാഗം മാത്രം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. മാവ് പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഇതുപോലെ ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇലയുടെ ആ നടുഭാഗത്ത് മാത്രമേ ഈ മാവ് പരത്തി കൊടുക്കാവൂ. കാരണം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു അറ്റത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലയൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു സമയം പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് വേണം മാവ് ഇതുപോലെ പരത്തിയെടുക്കാൻ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിക്വിഡായിട്ടല്ലേ ഈ മാവ് എടുത്തിട്ടുള്ളത്, ഈ ഓരോ വശത്തോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വെള്ളം തിളപ്പിച്ച് ഈ ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ അട ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എല്ലാം മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് മാറിയിട്ട് നമുക്കിത് പുറത്തെടുക്കാം. നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള അടയെല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചിക്കൻ വെച്ചിട്ടുള്ള അട ഒരു പ്രാവശ്യം ഒന്ന് റെഡിയാക്കി നോക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചിക്കൻ വെച്ചിട്ടുള്ള അട ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്